മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്ടേ ഇതൊരു ബെഞ്ചാണ് ഇരിക്കുന്നത്, കണ്ടല്ലേ. ഇതെൻ്റെ അക്കോമഡേഷൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ആരും വന്നിരിക്കാറില്ല. ഇവിടെ മൊത്തം മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആരും ഇരിക്കാറില്ല. കണ്ടല്ലേ, ഈ കിടക്കുന്ന എല്ലാം മഞ്ഞാണ്, മഞ്ഞ് വീഴ്ചയാണ്, നല്ല മഞ്ഞ് വീഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, കളിച്ച് നടക്കുന്നുണ്ട്. വരെയാണെന്ന് വേണേ. അപ്പോഴേ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഞാനിപ്പോൾ പോളണ്ടിൽ ഒരു വെയർഹൗസ് ജോലിയൊക്കെ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ അൻഷൂർ എന്ന് പറയുന്നൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. വെയർഹൗസ് ജോബ് എന്താണ്, ആ ജോബ് നമുക്ക് എന്തെല്ലാം ടൈപ്പ് ജോലികൾ അതിനകത്ത് വരുന്നുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ്. കാരണം പലർക്കും അറിയത്തില്ല, എനിക്ക് കൂടി അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ വന്ന സമയത്ത് വെയർഹൗസ് എന്താണെന്ന് കൂടി എനിക്ക് അറിയത്തില്ലായിരുന്നു. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ കുറച്ച് നെഗറ്റീവ് എന്ന് പറയാനില്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും മൈൻഡ് പോലിരിക്കും. നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, അല്ലാത്തുള്ളവർക്ക് പോസിറ്റീവ് ആവാം. ഇപ്പോൾ നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂണിഫോം കിട്ടും. വെയർഹൗസിൻ്റെ ഉള്ളിൽ ഇടാനുള്ള യൂണിഫോം ഉണ്ട്. അത് നമുക്ക് ഒരു പാൻറ്റ്, 2 പാൻറ്റ്, പിന്നെ ടീഷർട്ട്സ്, 3 ടീഷർട്ട്സ്, പിന്നെ അതുപോലെ തന്നെ വുഡീസ് ഉണ്ട്, പിന്നെ ഒരു ഷൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൈസ് കാര്യങ്ങളൊക്കെ അവർ ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അളവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അനുസരിച്ചാണ് നമുക്ക് ഇതെല്ലാം തരുന്നത്. ഓക്കെ, ഫുഡിന് ഒരു 13 സ്ലോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ആപ്പുണ്ട്, ആപ്പ് വഴി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഫുഡ്, ഏത് ഫുഡാണോ ആ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു ആപ്പിനകത്ത് 13 സ്ലോട്ട് ആഡാവും. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ച് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് പോർക്കിൻ്റെ ഫുഡുണ്ട്, അതുപോലെ തന്നെ ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്. 2 ബ്രേക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ച് തന്നെ ബ്രേക്ക് ടൈമും നമുക്ക് അവർ പറഞ്ഞു തരും. 2 ടൈമുണ്ട്. അത് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ്. ഏറെക്കുറെ എല്ലാ കമ്പനികൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്, 10 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്, പിന്നെ 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്. അപ്പം 3 സെക്ഷൻ ആയിട്ട് ഈ 3 ടൈം അനുസരിച്ച് നമുക്ക് ജോലി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം മണിക്കൂർ സാലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വർക്ക് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് സാലറി ഒരു മാസം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു മണിക്കൂർ അനുസരിച്ചാണ് ഇവിടെ സാലറി. അതായത് ഒരു ഫിക്സഡ് സാലറി അല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത്രയും മണി നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഗുണമുള്ളൊരു കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും, ചിലയിടത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടാലും എന്തൊക്കെ ചെയ്താലും സാലറി ഇതാവത്തില്ല, കൂടത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പം 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ പോലും ആവറേജ് നല്ലൊരു സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ഒരു സാലറി, ഓക്കെ, ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ വെച്ചൊക്കെ നിങ്ങളിവിടെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാലറിയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സാലറി എന്ന് പറയുന്നത് നമുക്ക് മണിക്കൂർ 21 സ്ലോട്ടാണ്. മണിക്കൂർ 21 സ്ലോട്ടാണ്. വെയർഹൗസിനകത്ത് എന്താണ് ജോലി എന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. അതിനകത്ത് ഓർഡർ പിക്കിങ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാക്കിംഗ് ജോബ് വരുന്നുണ്ട്, പിന്നെ ഡെലിവറി സെക്ഷൻ വരുന്നുണ്ട്, പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്യുന്നത്. ഇതെല്ലാം ഓരോരോ സെക്ഷൻസ് ആണ്. ഒരുപാട് മലയാളീസ് ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന കമ്പനി അനശ്വർ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. പല എടുത്തുനിന്ന് വന്ന പല ജില്ലക്കാരുണ്ട്, പിന്നെ പല രാജ്യക്കാരുണ്ട്. അപ്പം എല്ലാവരുമായിട്ട് സംസാരിച്ച് നമുക്ക് എന്താ പറയുക, ഒരു രസമാണ്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ്. ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇയർപോഡൊക്കെ വെച്ച് പാട്ട് കേൾക്കാം, പിന്നെ നമുക്ക് കോൾ ചെയ്യാം, വിളിക്കാം, വീട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് സംസാരിച്ചിട്ട് ജോലി ചെയ്യാം. പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ സാലറി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ വർക്ക് നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഓർഡർ പിക്കിംഗ് ആണ്. അതായത് ഓരോ ഓർഡർ നമ്മുടെ സ്കാൻ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീനകത്ത് നമുക്ക് ടാസ്ക് ഉണ്ട്. ടാസ്കിനകത്ത് വരും നമുക്ക് ഓർഡർ. അതായത് ഓരോ റോകളുണ്ട്, ഒത്തിരി റോകൾ ഇങ്ങനെ അടുക്കി നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ റോകളിൽ നിന്ന് നമുക്ക് വേണ്ട സാധനം, ഇപ്പം ഓൺലൈൻ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു ലിസ്റ്റായിട്ട് നമ്മുടെ വേറൊരു സെക്ഷനിലോട്ട് പോകും. അവിടുന്ന് നമുക്ക്
ഈ നമ്മുടെ സെക്ഷനിലോട്ട് വരും. വന്നിട്ട് ആ സ്കാനിങ് മെഷീനകത്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ടാസ്ക് ആയിട്ട് വരും. ആ ടാസ്ക് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വലിയ റോയിൽ എവിടൊക്കെയാണ് ഒരുപാട് റോസ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്, പല പല റോസാണ്. അപ്പം ഈ സ്കാനിങ് മെഷീൻ എടുത്തിട്ടാണ് നമ്മൾ അതിനകത്താണ് നമ്മുടെ ഐറ്റം, നമ്മുടെ പ്രോഡക്റ്റ്, ഇപ്പം ജാക്കറ്റ് ആവാം, ഷൂസ് ആവാം, ക്ലോത്ത് ആവാം, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കണം, പോയിട്ട് ഓർഡർ പിക്ക് ചെയ്യണം. അത് ഈ ഇത്രയും റോയുടെ ഇടയ്ക്കുന്ന നമ്മൾ ആ ഒരു നമ്പറാണ്, കോഡാണ്, എല്ലാത്തിനും കോഡുകളാണ്. ആ കോഡുകൾ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ പോയിട്ട് ആ സാധനം നമ്മൾ പെട്ടെന്ന് പിക്ക് ചെയ്യുന്നത്. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പീഡ് വേണം. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒന്നും കുഴപ്പമില്ല, പിന്നെ സ്പീഡ് കൂട്ടിയെടുക്കേണ്ടി വരും. അതൊക്കെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു തരും. ഒരാഴ്ചയൊക്കെ നമുക്കിവിടെ നമ്മുടെ ഒരു ലീഡർ കാണും. ലീഡർ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ലീഡർ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. ഓർഡർ പിക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ ഒരു സാധനങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ ആ ഒരു ബോക്സിൽ വെക്കണം. ബോക്സിൽ വെച്ചിട്ട് ഒരു ട്രോളി ഉണ്ട്. ആ ട്രോളിയിൽ നമ്മൾ സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ കയറ്റി വിടുക. അടുത്ത സെക്ഷനിലോട്ട് അത് കയറ്റി പോവുകയാണ്. അത് സോർട്ടിംഗ് ഉണ്ട്, പിന്നെ സോർട്ടിംഗ് സെക്ഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ഉണ്ട്, പാക്കിംഗ് ഉണ്ട്, ഡെലിവറി ഉണ്ട്. അങ്ങനെ സെക്ഷനായിട്ട് ഈ സാധനം ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ജോലികൾ ശരിക്കും ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവർക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് ജോലികൾ വരുന്നത്. പിന്നെ നെഗറ്റിവിറ്റി എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കണം. ഇപ്പം ഓർഡർ പിക്കിംഗ് ആണെങ്കിൽ നടക്കുവാണ് നമ്മൾ ചെയ്യേണ്ടത്, നടന്നാണ് ജോലി ചെയ്യുന്നത്. അതായത് കുറേ നേരം കിലോമീറ്ററുകൾ ചിലപ്പോൾ നടക്കേണ്ടി വരും. ഒരു ദിവസം തന്നെ 1 മണിക്കൂറിൽ തന്നെ 100 പിക്കിംഗ് ആണ് പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ 10 മണിക്കൂർ നമ്മളിപ്പോൾ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ 10 മണിക്കൂർ നമ്മൾ നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷേ വെയർഹൗസ് ജോബ് എന്താണെന്ന് അറിയാതെ കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ എടുക്കുന്നുണ്ട്. അവരൊക്കെ വലിയ സംഭവമാണ്, നിന്ന് ജോലി ചെയ്യാം, സുഖമാണെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നവർ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുമ്പോൾ അവർ ചിലപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കും ഈ ജോലി വേണ്ടായിരുന്നു എന്നൊരു ചിന്ത വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓർഡർ പിക്കിങ് അല്ലെങ്കിൽ ഓർഡർ പാക്കിംഗ് ഉണ്ട്. പാക്കിംഗ് ആണെങ്കിൽ നമ്മൾ നിൽക്കണം, അത് നടക്കണ്ട. അത് നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലിയാണ്. നമ്മൾ ഒരു സൈഡിൽ തന്നെ നിന്നിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ചാണല്ലോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ടാലേ നമുക്ക് എവിടെ പോയാലും കഷ്ടപ്പെട്ടാലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് റൊമാനിയെ സംബന്ധിച്ചിട്ട് പോളണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോളണ്ട് ഇപ്പം അടിപൊളിയാണ്. ഇവിടുത്തെ സ്ഥലങ്ങൾ അടിപൊളിയാണ്. ഇവിടുത്തെ ബിൽഡിങ്സ്, ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. റോഡുകൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ട്രാവലിംഗ് സെറ്റപ്പ് ഉണ്ട്. ട്രാമ്പുണ്ട്, പിന്നെ ട്രെയിൻ ഉണ്ട്, അങ്ങനെ ബസ് റൂട്ടുണ്ട്, പിന്നെ ടാക്സി ഉണ്ട്, ഊബർ ഉണ്ട്. അങ്ങനെ ട്രാവലിംഗ് ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ എക്സ്പെൻസ് ഉണ്ടാവും, ഇതിനെല്ലാം പൈസ ഉണ്ടാവും. ടിക്കറ്റ് എടുക്കണം, എല്ലാത്തിലും കയറി ടിക്കറ്റ് എടുത്തിട്ട് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അക്കോമഡേഷൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ തരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ വലുതായിട്ടുണ്ട്, ഇതിനകത്ത് ഇടുന്നില്ല. വെയർഹൗസ് ജോബാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ ക്ലോത്തൊക്കെ ഉള്ള ഒരു വെയർഹൗസ് ജോബ് തന്നെ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള കമ്പനികൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ വലിയ വലിയ സാധനങ്ങളുള്ള വെയർഹൗസിലൊക്കെയാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല പെയിനൊക്കെ ഉണ്ടാവാം. കാല് പെയിൻ ഉണ്ടാവാം, അതുപോലെ തന്നെ ശരീരത്തിന് വേദന ഉണ്ടാവാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് എടുത്തിട്ട് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം വെയർഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പനി ഏതാണെന്ന് ആദ്യമേ നോക്കുക. അവിടുത്തെ പ്രോഡക്റ്റ് ഇപ്പം എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാക്കിംഗ് ആണ് വരുന്നതെങ്കിൽ സീനില്ല. ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത് ആണെങ്കിലും വലിയ സീനില്ല. പക്ഷേ ഇതുപോലെ വലിയ ഐറ്റംസ്, അതായത് മുട്ടൻ ഐറ്റംസ് ഒക്കെ കയറ്റി വിടുന്ന വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടും. നിൽക്കുകയും വേണം, നടക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കുകയും മാറ്റിയൊക്കെ ചെയ്യേണ്ടി വരും.